Working with a company. A newly created company loads automatically. However, if we want to work with the company later, we must select the company. ഒരു ന്യൂലി സ്റ്റാർട്ടഡ് കമ്പനി ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ക്രീനിൽ ഓപ്പൺ ആവും. എന്നാൽ നമ്മൾ അതിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആ കമ്പനി സെലക്ട് ചെയ്യണം. എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യും? അപ്പോൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെയിൻ ടാലി സ്ക്രീന് എടുക്കുക, ഗേറ്റ് വേ ഓഫ് ടാലിൻ്റെ സ്ക്രീൻ എടുക്കുക. അതിൽ നമ്മൾ നോക്കുക. അതിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം സെലക്ട് എ കമ്പനി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ആ സെലക്ട് എ കമ്പനി പോവാം. സെലക്ട് എ കമ്പനി പ്രസ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പ്രസ് ഓൾട്ട് F3 കമ്പനി ഇൻഫോർമേഷൻ എടുത്തു കഴിഞ്ഞിട്ട് സെലക്ട് എ കമ്പനി കൊടുത്താലും മതി. ദെൻ കമ്പനി സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ സെലക്ട് എ കമ്പനി കൊടുത്തു. അപ്പോൾ നമുക്ക് കമ്പനി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് കമ്പനീസ് നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള കമ്പനി ABC ലിമിറ്റഡ്, ABCD ലിമിറ്റഡ്, തക്കുസാൻവി, XYZ എന്ന് പറഞ്ഞിട്ട് 4 കമ്പനീസ് ഇവിടെ ക്രിയേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കിനി ഏതാണോ കമ്പനി വേണ്ടത് ആ കമ്പനി സെലക്ട് ചെയ്യാൻ, പർട്ടിക്കുലർ കമ്പനി സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് F1 പ്രസ് ചെയ്താൽ മതി. ക്ലിക്ക് F1 ടു സെലക്ട് എ പർട്ടിക്കുലർ കമ്പനി. അല്ലെങ്കിൽ ആ കമ്പനി ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് മൗസ് യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്താലും മതി. അതല്ല എങ്കിൽ F1 യൂസ് ചെയ്ത് സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ, നമ്മുടെ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെലക്റ്റഡ് കമ്പനി ഹൈലൈറ്റ് ചെയ്തിട്ട് മുകളിൽ വന്നിട്ടുണ്ട്. ഏറ്റവും മുകളിൽ XYZ എന്ന് പറയുന്ന കമ്പനി കാണിച്ചു. അപ്പോൾ ആ കമ്പനിയാണ് ഓപ്പണായി വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ദെൻ കമ്പനി സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് 2-3 കമ്പനികൾ സെലക്ട് ചെയ്യണമെങ്കിൽ അത് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് 3 കമ്പനി ഒരുമിച്ച് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഏത് കമ്പനിയാണോ ഫങ്ഷൻ ചെയ്യുന്നത് ആ കമ്പനി ആയിരിക്കും ഏറ്റവും ടോപ്പിൽ കാണിക്കുന്നുണ്ടാവുക. ഇനി നമുക്ക് ഈ കമ്പനി ഇൻഫോർമേഷൻ ഓൾട്ടർ ചെയ്യണമെങ്കിൽ, നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള കമ്പനി ഇൻഫോർമേഷൻ ഓൾട്ടർ ചെയ്യണമെങ്കിൽ നിങ്ങൾ സെയിം സ്റ്റെപ്പ് തന്നെ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോവുക. കമ്പനി ഇൻഫോർമേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് F3 അടിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ താഴെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് താഴെയുണ്ട് ഓൾട്ടർ എന്ന് പറയുന്നത്. ഓൾട്ടർ അടിക്കാം. പ്രസ് ഓൾട്ടർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ നമ്മൾ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഇൻഫോർമേഷൻ XYZൻ്റെ ഏതെങ്കിലും ഇൻഫോർമേഷൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒന്നും എഡിറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് പറഞ്ഞു. ഗേറ്റ് വേ ഓഫ് ടാലി, ക്ലിക്ക് F3. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാം? കമ്പനി ഇൻഫോർമേഷൻ കാണാം. അതിൻ്റെ അകത്തുനിന്ന് Alt+F3 ആണ് കമ്പനി ഇൻഫോർമേഷൻ. പിന്നെ ഓൾട്ടർ പ്രസ് ചെയ്താൽ മതി. ദെൻ ഷട്ട് എ കമ്പനി. ഷട്ട് എ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ 2-3 കമ്പനീസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് വേണ്ടാത്ത കമ്പനികൾ നമ്മൾ ക്ലോസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഷട്ട് എ കമ്പനി എന്ന് പറയുന്നത്. അല്ലാതെ ഷട്ട് എ കമ്പനിയും ഡിലീറ്റ് എ കമ്പനിയും ഡിഫറെൻ്റ് ആണ്. ഷട്ട് എ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി തൽക്കാലത്തേക്ക് നമ്മൾ അൺലോഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഷട്ട് എ കമ്പനി ചെയ്യാൻ വേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഓൾട്ട് F3 ഷട്ട് എ കമ്പനി എന്ന് പറയുന്നൊരു ഓപ്ഷൻ, അതാ ഓൾട്ട് F3യിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ഇൻഫോർമേഷൻ്റെ സൈഡിൽ ഷട്ട് എ കമ്പനി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതല്ലെങ്കിൽ സിമ്പിളായിട്ട് F1 പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഷട്ട് എ കമ്പനിയാണ് വരിക. അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സിസ്റ്റത്തിൽ തന്നെ അവിടെ കാണിക്കുന്നുണ്ട് ഷട്ട് എ കമ്പനി F1 എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പനി ഷട്ട് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് കമ്പനി ഫീച്ചേഴ്സ്. F11 ആണ് കമ്പനി ഫീച്ചേഴ്സ് ഡീൽ ചെയ്യുന്നത്. നോക്കൂ, F11ൽ ഞാൻ കമ്പനി ഫീച്ചേഴ്സ് പ്രസ് ചെയ്തു. ഈ കമ്പനി ഫീച്ചേഴ്സിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വരുന്നത് അക്കൗണ്ടിങ് ഫീച്ചേഴ്സാണ്. അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് ഡീൽ ചെയ്യുന്നത് F1 ആണ്. അക്കൗണ്ടിങ് ഫീച്ചേഴ്സ്, ഇനി നമുക്ക് അക്കൗണ്ടിങ് ഫീച്ചേഴ്സിലേക്ക് പോയി നോക്കാം. എന്തൊക്കെയാണ് ഈ അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് പറയുന്നത് എന്നുള്ളത് നോക്കാം. Accounting features consist of configuration functionality which generally affects accounting transactions and report.
The accounting features are further subdivided into 6 sections: general, outstanding management, cost profit center management, invoicing, budgets and scenario management, other features. അതായത് ബാങ്കിങ് ഫീച്ചേഴ്സ് അങ്ങനെ വരുന്ന ഫീച്ചേഴ്സൊക്കെയാണ് ഇതിനുണ്ടാവുക. അപ്പോൾ അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് F1 അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അതിനെ നമ്മൾ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 6 സെക്ഷൻ്റെ സബ് സെക്ഷനായിട്ട് കുറച്ചുകൂടി ഐറ്റംസ് വരുന്നുണ്ട്. നിങ്ങളതൊന്ന് നോക്കിക്കോളൂ. The F1 accounting features screen is displayed here. അപ്പോൾ അതെങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള സ്റ്റെപ്പ് മറക്കരുത്. ഗേറ്റ്വേ ഓഫ് ടാലി F11 ഫീച്ചേഴ്സിൽ അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് ഓർ ക്ലിക്ക് ഓൺ F1 അക്കൗണ്ട്സ്. നെക്സ്റ്റ് വരുന്നത് അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെൻറ്ററി ഫീച്ചേഴ്സ്. F2 ആണ് ഇൻവെൻറ്ററി ഫീച്ചേഴ്സ്. താഴെ കാണിക്കുന്നുണ്ട് F2 ആണ് ഇൻവെൻറ്ററി ഫീച്ചേഴ്സ് വരുന്നത്. Inventory features comprises of configuration functionality pertaining to inventory transactions and reports. The inventory features are further subdivided into 7 sections, namely inventory featuresനെ നമ്മൾ 7 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 7 വരുന്നത് general, storage and classification, order processing, invoicing, purchase management, sales management, other features. Gateway of ടാലിയിൽ F11 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫീച്ചേഴ്സ്, ഇൻവെൻറ്ററി ഫീച്ചേഴ്സ് ഓർ ക്ലിക്ക് F2 ഫോർ ഇൻവെൻറ്ററി. അതായത് ഇൻവെൻറ്ററി പോകണമെങ്കിൽ ജസ്റ്റ് നമ്മൾ F2 പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെൻറ്ററി എത്തും. അങ്ങനെ F2 പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്തുന്ന ഇൻവെൻറ്ററി സ്ക്രീനാണ് ഈ കാണിക്കുന്ന സ്ക്രീൻ. നെക്സ്റ്റ് ഇൻവെൻറ്ററി ഫീച്ചേഴ്സ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്നാമതായിട്ട് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ. അതിന് പറയുന്നത് F3 പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ പേജിലേക്ക് പോവാം. Statutory and taxation features comprises of configuration functionality pertaining to statutory compliances available in Tally ERP9. Statutory features are country specific and strictly depends upon country selected in the company creation screen. The following features are available when India is selected in statutory compliance for field in the company creation screen. ഈ statutory features ഓരോ കൺട്രിയിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിലാണ് കമ്പനി എന്ന് അറിഞ്ഞു കഴിഞ്ഞ് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. ആ ഇൻഫോർമേഷൻ കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇന്ത്യയിലെ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസസ് ആണ് ഈ ഫീൽഡിൽ വരിക. അപ്പം നമ്മുടെ ഇവിടെ വരുന്നത് ഇപ്പോഴത്തെ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് എന്ന് പറയുന്ന സമയത്ത് GST ആണ് കാര്യമായിട്ട്. GST, പിന്നെ VAT, എക്സൈസ്, അതുപോലെ തന്നെ സർവീസ് ടാക്സ് ഡീറ്റെയിൽസ്, TDS, ഇങ്ങനെയുള്ള TCS, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഇതിനകത്ത് വരിക. ഇൻകം ടാക്സ്. പിന്നെ ശ്രദ്ധിക്കണം, ടാക്സ് ഇൻഫോർമേഷൻ്റെ അകത്ത് പാൻ കാർഡ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് നമ്പർ, പിന്നെ കമ്പനീൻ്റെ ഐഡൻറ്റിറ്റി നമ്പർ, കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ, ഇത്രയും ഇൻഫോർമേഷൻസ് നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ടാക്സേഷനിൽ വരും. ശ്രദ്ധിക്കുക, ഗേറ്റ്വേ ഓഫ് ടാലി F11 ഫീച്ചേഴ്സ് പോവാം, സ്റ്റാറ്റ്യൂട്ടറി ടാക്സേഷൻ ഇങ്ങനെയും എടുക്കാം. അതല്ല എങ്കിൽ ക്ലിക്ക് F3 പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ടാക്സേഷൻ കിട്ടും. ഇനി നെക്സ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ F4 ആണ് വരുന്നത്. F4 പറയുന്നത് TSS മീൻസ് ടാലി നെറ്റ് ഫീച്ചേഴ്സ്. The Tally Net Features screen comprises of connection details, remote access and SMS access details of a company for connecting on Tally Net. അതായത് ഇവിടെ നോക്കൂ, ഇതിൽ കണക്ഷൻ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. കണക്ഷൻ ഡീറ്റെയിൽസ്, കണക്ട് ഫോർ ബ്രൗസർ ആക്സസ് ഉണ്ടോ, കമ്പനി ലോഡിംഗ് ആണോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുക്കുന്നത്. കാർഡ്ലി കണക്ഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പം ടാലി നെറ്റ് ഫീച്ചേഴ്സിൽ വരുന്നത് നിങ്ങൾക്ക് എടുക്കാൻ ഗേറ്റ്വേ ഓഫ് ടാലി
F11 ഫീച്ചേഴ്സിൽ ടാലി നെറ്റ് ഫീച്ചേഴ്സ് അതല്ല എങ്കിൽ സിമ്പിളായിട്ട് ക്ലിക്ക് F4 പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാലി നെറ്റ് ഫീച്ചേഴ്സ് കിട്ടും. ഇനി നെക്സ്റ്റ് വരുന്നത് F6 ആണ്. F6ൽ ഡീൽ ചെയ്യുന്നത് ആഡ് നോട്ട്സ് ആണ്. F6 പറയുന്നത് ആഡ് നോട്ട്സ് ഓർ ആഡ് ഓൺ ഫീച്ചേഴ്സ്. ആഡ് ഓൺ ഫീച്ചേഴ്സ് ആണ്. സോറി, ഞാൻ നോട്ട്സ് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ആഡ് ഓൺ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. ആഡ് ഓൺ ഫീച്ചേഴ്സ് ഈസ് എ പ്ലേസ് ഹോൾഡർ ഫോർ ദി ഫീച്ചേഴ്സ് പ്രൊവൈഡഡ് ഇൻ ദി ആഡ് വൺസ് ലോക്കൽ TDL loader. This feature allows the customer to purchase customized solutions from Tally partner or any other solution provider. നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് ടാലി പാർട്ട്ണറിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൊല്യൂഷൻ പ്രൊവൈഡറിൻ്റെ അടുത്തുനിന്നോ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫീച്ചറൊക്കെ അലൗ ചെയ്യുന്ന കോളമാണ് ആ ഫീച്ചേഴ്സ് അലൗ ചെയ്യുന്ന സ്ഥലമാണ് F6 എന്ന് പറയുന്നത്. നെക്സ്റ്റ് F12 കോൺഫിഗറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം.